നമ്മുടെ ഈ കൂട്ടായ്മയിൽ തന്നെ പല മാതാപിതാക്കന്മാരും ഇരിപ്പുണ്ട്. അവർ ചിലരെല്ലാം മക്കളെക്കുറിച്ച് ഒത്തിരി ആകുലചിത്തരാണ്. ചില പിള്ളേരാണെങ്കിൽ മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമയായിട്ട് കഴിയുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയാൻ പാടില്ല. അങ്ങനെയുള്ള പേരൻസ് ധ്യാനത്തിൽ വന്നിട്ട് ഇവിടെ വന്നിരുന്ന് മക്കളെക്കുറിച്ച് ഇങ്ങനെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കും. ധ്യാനം കഴിഞ്ഞ് പോയിട്ടും വീട്ടിൽ പോയിരുന്നും കരയും. അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. അതല്ല ദൈവം ആവശ്യപ്പെടുന്നത്. ദുഃഖിക്കുന്ന വ്യക്തിക്ക് ദൈവത്തിന് മുമ്പിൽ ഒരു ശുശ്രൂഷയുമില്ല. ദുഃഖം ഒരു പീഡയാണ്. ഹല്ലേലൂയ. പല മാതാപിതാക്കന്മാർക്കും മക്കൾക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയ്ക്ക് കാരണം അവർ വളരാത്തത് കൊണ്ടാണ്. മാതാപിതാക്കന്മാർ വളരണം, എങ്കിലേ മക്കളെ അവർക്ക് നല്ല രീതിയിൽ വളർത്താൻ പറ്റുള്ളൂ. അവർ വളരുന്നില്ലെങ്കിൽ അവർക്ക് എങ്ങനെ വളർത്താൻ പറ്റും? അതുകൊണ്ട് മാതാപിതാക്കന്മാരുടെ ജീവിതത്തിലെ വളർച്ചയുടെ ഒരു ഘട്ടമാണ് ഒരു 10-11 വയസ്സ് വരെ 12 വയസ്സ് വരെ വാസ്തവത്തിൽ എൻ്റെ മോൻ എൻ്റെ മോള് എന്ന ബോധം അവരുടെ ഉള്ളിലുണ്ടാവും. അത് തെറ്റില്ല. പക്ഷെ അത് കഴിഞ്ഞാൽ ആ എൻ്റെ എന്നുള്ളത് അങ്ങ് കത്തിച്ച് കളയണം. അത് കത്തിപ്പോണം നമ്മുടെ ഉള്ളിൽ നിന്ന്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മകൻ എന്ന ഒരു ബോധത്തിലേക്ക് നമ്മൾ വരണം. ആ എൻ്റെ എന്നത് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അത് പൊസസീവ് ലവാണ്. അത് പോകുന്നില്ലെങ്കിൽ ഈ പിള്ളേർക്ക് ആർക്കും വളരാൻ പറ്റിയല്ല. എൻ്റെ മോനെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ 5 വയസ്സ് പ്രായമുള്ള മകനെ എങ്ങനെയാണോ കാണുന്നത് അങ്ങനെ തന്നെയായിരിക്കും ചില അമ്മമാർ. അവർ 30-40 വയസ്സായാൽ പോലും എൻ്റെ മോൻ എന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടികൾക്ക് വളരാൻ പറ്റിയല്ല. ആ എൻ്റെ എന്നുള്ളത് കത്തിപ്പോണം. ഹല്ലേലൂയ. ഈ പൊസസീവ് ലവ് അത് നമ്മുടെ ഉള്ളിലിരിക്കുന്നിടത്തോളം കാലം അതിനൊരു കൈക്കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുന്നതിൽ അതിന് വലിയ പങ്കുണ്ട്. പക്ഷെ അത് കഴിഞ്ഞാൽ ആ പൊസസീവ് ലവ് നമ്മുടെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞാൽ അത് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്പിരിറ്റായിട്ട് മാറും. മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യുക, എൻ്റെ ഇഷ്ടമനുസരിച്ച് നീങ്ങണം, ഞാൻ പറയുന്ന പോലെ എല്ലാം നടക്കണം, എൻ്റെ ഇഷ്ടമനുസരിച്ച് ചെയ്യാവുള്ളൂ. അങ്ങനെ എൻ്റെ കൺട്രോൾ എന്ന് പറഞ്ഞ രീതിയിലേക്ക് വരും. അത് ഭാര്യാഭർത്തൃ ബന്ധത്തിനാണെങ്കിലും വലിയ പ്രശ്നമാണ്. ചിലരങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജീവിത പങ്കാളിക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെയാവും. എൻ്റെ ഇഷ്ടമനുസരിച്ച് വേണം, ഞാനറിയാം. അങ്ങനെ അത് പൊസസീവ് നേച്ചറാണ്. അത് കത്തിപ്പോണം. അത് കത്തുന്നില്ലെങ്കിൽ 2 കൂട്ടരും വളരുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക. ഒരിക്കൽ ഒരു ഭാര്യയും ഭർത്താവും അവരുടെ 11 വയസ്സ് പ്രായമുള്ള കൊച്ചുമായിട്ട് ഇവിടെ ധ്യാനിക്കാൻ വന്നു. ഈ 11 വയസ്സ് പ്രായമുള്ള കുട്ടി അത് ഒരു ഓട്ടിസം ബാധിച്ച കുട്ടിയാണ്. ഭയങ്കര ഹൈപ്പർ ആക്ടിവിറ്റിയാണ്. നമുക്ക് ഒരല്പസമയം ആ കൊച്ചിന് നേരെ നോക്കിയാൽ തന്നെ നമുക്ക് വല്ലാത്തൊരു വിഷമം തോന്നും. കാരണം ഏതു നേരം കുട്ടി അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി ഇങ്ങനെ 24 മണിക്കൂർ ഇതാണ്. അപ്പം ഞാൻ ഓർത്തു ഈ കൊച്ചിനെ എങ്ങനെ ഈ അമ്മച്ചി നോക്കുന്നു എന്ന്. അപ്പോൾ ഈ കുട്ടി ജനിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥയായിരുന്നു. ഒരു ജോലി രാജിവെച്ചു. കാരണം അല്ലാതെ ആ കൊച്ചിനെ വളർത്താൻ പറ്റിയല്ല. ഭർത്താവ് ജോലിക്ക് പോകും, ഭാര്യ കൊച്ചിനെ നോക്കും. അങ്ങനെ കൊച്ചിനെ നോക്കി മുന്നോട്ട് പോയി. കുറേ കഴിഞ്ഞപ്പോഴേക്കും അവരങ്ങോട്ട് മടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഈ മനസ്സ് ദുർബലമായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചിന്ത വേറെ രീതിയിലാവും. അപ്പോൾ ഇവരുടെ മനസ്സിലേക്ക് വരാൻ തുടങ്ങി, ഈ കൊച്ചിനെ വളർത്തുക എന്നത് എൻ്റെ മാത്രം ഉത്തരവാദിത്വമായിട്ടാണ് ഭർത്താവൊക്കെ കാണുന്നത് എന്നൊരു ചിന്ത അങ്ങോട്ട് വന്നു. അപ്പോൾ ഇത് മുഴുവൻ എൻ്റെ തലയിൽ വെച്ചിരിക്കുകയാണ്. ഇവരാണ് ഈ മടുത്തു. അപ്പോൾ വൈകുന്നേരം ഭർത്താവ് ജോലി കഴിഞ്ഞങ്ങ് വന്നു കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരത്തി അങ്ങോട്ട് ചൂടാകും. ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് ദേഷ്യപ്പെട്ട്, നിങ്ങളൊന്നും അറിയണ്ടല്ലോ, ഇതെല്ലാം എൻ്റെ തലയിൽ വെച്ചിരിക്കുകയാണ്,
എന്ന് പറഞ്ഞ അവിടെ ചൂടാവും. അങ്ങനെ വീട്ടിൽ കുറേശ്ശെ വഴക്കും പ്രശ്നമൊക്കെ ആയി. അങ്ങനെ ഇരുന്നപ്പോഴാണ് രണ്ടുപേരും കൂടെ ഇവിടെ ധ്യാനിക്കാൻ വന്നത്. ധ്യാനം കഴിഞ്ഞ് അവർ പോയതിന് ശേഷം ഈ സഹോദരി പുള്ളിക്കാലത്തെ പ്രാർത്ഥനയിലൊരു മാറ്റം വരുത്തി. അത് രാവിലെ ഈ പുള്ളിക്കാലത്ത് കണ്ണ് തുറന്ന് കഴിഞ്ഞാൽ മുട്ടുമേൽ നിന്നിട്ട് ആ കൊച്ചിനെ ഈശോയുടെ കയ്യിൽ നിന്ന് സ്വീകരിക്കും. അപ്പോൾ അവരിങ്ങനെ വിശ്വാസത്തിൻ്റെ ഭാവനയിൽ അവരിങ്ങനെ കാണും. ഈശോ ഈ കുട്ടിയെ ഈ അമ്മച്ചിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഈശോ പറയുകയാണ്, ഇതെൻ്റെ കൊച്ചാണ്. ഈ കൊച്ചിനെ ഇന്ന് നോക്കാനായിട്ട് ഞാൻ നിന്നെ വിശ്വസിച്ചേൽപ്പിക്കുന്നു. ഞാൻ വേറെ ആരെയും കാണുന്നില്ല, നിന്നെയാണ് എൻ്റെ ഈ കൊച്ചിനെ നോക്കാനായിട്ട് വിശ്വസിച്ച് ഏൽപ്പിക്കുന്നത്. അങ്ങനെ അവൾ ഈശോയുടെ കയ്യിൽ നിന്ന് ആ കൊച്ചിനെ സ്വീകരിക്കുന്നു. വൈകുന്നേരം കിടക്കേണ്ട സമയമാകുമ്പോൾ ആ കൊച്ചിനെ തിരിച്ച് യേശുവിൻ്റെ കയ്യിലേക്ക് മടക്കി കൊടുക്കുന്നു. കർത്താവിനോട് പറയും, കർത്താവേ, ഇന്ന് എനിക്കിത്രയൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഈശോ അവളോട് പറയുന്നത്, ഇന്ന് നീ എത്ര ഭംഗിയായിട്ടാണ് എൻ്റെ കൊച്ചിനെ നീ നോക്കിയത്. ആ കൊച്ചിന് നേരെ നീ പൊഴിച്ച ചെറിയ ഒരു പുഞ്ചിരി പോലും ഞാൻ ജീവൻ്റെ പുസ്തകത്തിൽ നിത്യ സമ്മാനത്തിനായിട്ട് ഞാൻ എഴുതി വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നീ ഏറ്റവും ഭംഗിയായ രീതിയിലാണ് എൻ്റെ കൊച്ചിനെ ഇന്ന് നോക്കിയത്. എനിക്കൊത്തിരി സന്തോഷമുണ്ട്. അങ്ങനെ ഈശോ അഭിനന്ദനങ്ങൾ കൊടുത്ത് പ്രോത്സാഹിപ്പിച്ച് അങ്ങനെയാണ് ആ കൊച്ചിനെ അമ്മയുടെ കയ്യിൽ നിന്ന് ഈശോ വാങ്ങിക്കുന്നത്. അങ്ങനെ എല്ലാ ദിവസവും ഈശോയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയും എല്ലാ ദിവസവും ഈശോയുടെ കയ്യിലേക്ക് കൊടുക്കുകയും ഈശോ തരുന്ന അനുമോദനങ്ങളെല്ലാം സ്വീകരിച്ച് അന്നത്തെ ദിവസം ഭംഗിയായി കൊച്ചിനെ നോക്കാൻ കഴിഞ്ഞതിന് ഈശോയ്ക്ക് നന്ദിയും പറഞ്ഞ് കിടന്നുറങ്ങുന്നു. അങ്ങനെ ഒരു 2 മാസം കഴിഞ്ഞില്ല, ആ സൗകര്യം പറയുന്നത് അത്ഭുതകരമായ മാറ്റമാണ് ആ കൊച്ചിനുണ്ടായത്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വണ്ണം. ഒന്ന് കൈയുയർത്തി കൈയടിച്ച്